തൃശൂരിൽ സുരേഷ് ഗോപി ജയിക്കുമെന്നുള്ള ഒരു പ്രഖ്യാപനമായിരുന്നു വി മുരളീധരൻ ന്യൂസ് 18 Q18 നടത്തിയത്. വി മുരളീധരന്റെ വാക്കുകളാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. അതിലേക്ക് ഒരിക്കൽ കൂടി. തൃശ്ശൂരും സ്വാഭാവികമായിട്ടും ഞങ്ങൾ ജയിക്കാൻ ആഗ്രഹിക്കുന്ന മണ്ഡലം തന്നെയാണ്. കാരണം സുരേഷ് ഗോപി അവിടെ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന സ്ഥലമാണ്. ജനങ്ങളുടെ ഇടയിൽ പിന്തുണയുള്ളൊരു ആളാണ് സുരേഷ് ഗോപി. അതുകൊണ്ട് സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പ്രധാനമന്ത്രി ഇപ്പോൾ അവിടെ പോയി നിൽക്കുന്നത്. അതൊന്നുമില്ല. സുരേഷ് ഗോപി ജയിക്കാൻ ഇതും സഹായകരമാകും. അല്ലെങ്കിലും സുരേഷ് ഗോപി ജയിക്കും. BJP നേതാവ് ബി ഗോപാലകൃഷ്ണൻ ടെലിഫോണിൽ ചേരുന്നു. ശ്രീ ഗോപാലകൃഷ്ണൻ, ഈ തൃശ്ശൂർ അത് ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലമായി BJP കരുതുന്നുണ്ട് എന്ന് വ്യക്തമാണ്. ഒപ്പം വി മുരളീധരന്റെ വാക്കുകളിൽ നിന്നും അതൊരു സ്ഥാനാർത്ഥി പ്രഖ്യാപനമായി തന്നെ കണക്കാക്കുകയും ചെയ്യുന്നു. ഈ പ്രധാനമന്ത്രി ഉൾപ്പെടെ അവിടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കഴിഞ്ഞ വർഷത്തെ ഒരു പ്രകടനം അനുസരിച്ച് നോക്കുമ്പോൾ അവിടെ 3ാം സ്ഥാനത്തായി പോയിരുന്നു. നേട്ടമുണ്ടാക്കി വോട്ടുകളുടെ എണ്ണത്തിൽ നിന്നുള്ളത് ശരി തന്നെ. പക്ഷെ അപ്പോഴും തൃശ്ശൂർ പിടിച്ചെടുക്കാൻ കഴിയുമെന്ന് ഇത്ര ഉറപ്പ് എവിടെ നിന്നിലും? ഒന്നാമത്തെ കാര്യം, ഈ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നത് കേന്ദ്ര പാർലമെന്ററി ബോർഡാണ്. ഇപ്പൊ കേന്ദ്ര പാർലമെന്ററി ബോർഡിന്റെ ഡിസിഷൻ വന്നതിന് ശേഷമേ നമുക്ക് ആരാണ് സ്ഥാനാർത്ഥി എന്ന് ഉറപ്പിക്കാൻ കഴിയൂ. അപ്പൊ അതുകൊണ്ട് ഇന്ന ആളാണ് സ്ഥാനാർത്ഥി എന്ന കൺഫർമേഷൻ പറയാനായിട്ട് എനിക്ക് കഴിയില്ല. ഒന്ന്. രണ്ടാമത്, സുരേഷ് ഗോപിയാണ് സ്ഥാനാർത്ഥി എന്ന്, അല്ലെങ്കിൽ സുരേഷ് ഗോപി സ്ഥാനാർത്ഥി ആവണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് തൃശ്ശൂരിലെ ആളുകൾ. കാരണം ഞങ്ങളുടെ പ്രവർത്തനം സുരേഷ് ഗോപി ഈ പ്രാവശ്യം തൃശ്ശൂരിൽ മത്സരിച്ചാൽ തീർച്ചയായിട്ടും അത് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്ന്, ആ മുന്നേറ്റം BJPക്ക് വിജയകരമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കാൻ കഴിയുമെന്നും സുരേഷ് ഗോപി വിജയിക്കുമെന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അത് കേവലം ഒരു സീറ്റിൽ മാത്രമല്ല, സുരേഷ് ഗോപിയുടെ വിജയം മറ്റു പല മണ്ഡലങ്ങളെയും തീർച്ചയായിട്ടും സ്വാധീനിക്കാൻ സാഹചര്യമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം സുരേഷ് ഗോപി തെരഞ്ഞെടുപ്പിന്റെ 10 ദിവസം മുമ്പ് മാത്രമാണ് തൃശൂർ പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ എത്തിയത്. അതുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടത്ര രീതിയിൽ പ്രചരണം സംഘടിപ്പിക്കുവാൻ കഴിഞ്ഞില്ല. മാത്രമല്ല, അന്ന് തുടക്കത്തിലുള്ള ആദ്യത്തെ വരവായതുകൊണ്ട് തന്നെ കേവലം കുറച്ചു ദിവസങ്ങൾ മാത്രം പ്രവർത്തിച്ചതിന്റെ അടിസ്ഥാനത്തിൽ, പ്രത്യേകിച്ച് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു വലിയ പാരമ്പര്യത്തിന്റെ ഉടമയല്ലാത്തതുകൊണ്ട് വേണ്ടത്ര ജനങ്ങളുടെ ഉള്ളിലേക്ക് ഇറങ്ങി അവരുമായിട്ട് നേരിട്ട് സംവദിക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ ഇപ്രാവശ്യം കുറച്ചുകൂടെ വ്യത്യസ്തമാണ്. അദ്ദേഹം വളരെ മുമ്പ് തന്നെ അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥി എന്നതിനപ്പുറത്ത് ഞാൻ മത്സരിച്ച ഒരു പാർലമെന്റ് മണ്ഡലമാണ്. അതുകൊണ്ട് ഞാൻ മത്സരിച്ച മണ്ഡലത്തിൽ ഞാൻ ചില സേവന പ്രവർത്തനങ്ങൾ, ചില സഹായ പ്രവർത്തനങ്ങൾ, ചില രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നടത്താൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം നിലവിൽ വിജയിച്ച കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയേക്കാൾ കൂടുതൽ പരാജയപ്പെട്ട സുരേഷ് ഗോപി തന്റെ MP ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ധാരാളം കാര്യങ്ങൾ ചെയ്തു. ഇപ്പൊ ഉദാഹരണത്തിന് തൃശ്ശൂർ കോർപ്പറേഷനിലെ മേയർ അതെടുത്തു പറഞ്ഞു, ഇവിടെ ജയിച്ച MP കാണാനില്ല, അതേസമയത്ത് സുരേഷ് ഗോപി തൃശ്ശൂർ കോർപ്പറേഷന് വേണ്ടി ഏറെ സഹായം ചെയ്തു എന്ന് അദ്ദേഹം പരസ്യമായി സംസാരിച്ചല്ലോ. അത് വലിയ വാർത്തയുമായിരുന്നു. അപ്പൊ അത് കേവലം ഏതെങ്കിലും ഒരു സ്ഥലങ്ങളിൽ മാത്രമല്ല, ഏതാണ്ട് പഞ്ചായത്തുകളിൽ, മുനിസിപ്പാലിറ്റികളിൽ, കോർപ്പറേഷനിൽ ഒക്കെ ധാരാളം കാര്യങ്ങൾ ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് MP ഫണ്ട് കുറെ ഇവിടെ വിനിയോഗിച്ചിട്ടുണ്ട്. ഇനി MP ഫണ്ടിനപ്പുറത്ത് അദ്ദേഹം വ്യക്തിപരമായിട്ട് ഒരുപക്ഷെ ഒരു സിനിമാ നടനും ചെയ്യാത്ത രീതിയിൽ തന്റെ വ്യക്തിപരമായിട്ടുള്ള നിക്ഷേപത്തിൽ നിന്ന്, വരുമാനത്തിൽ നിന്ന് അദ്ദേഹം ഒരു വിഹിതം ആളുകളെ സഹായിക്കാൻ, കേരളത്തിലുടനീളം ആളുകളെ സഹായിക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നു. അങ്ങനെ സുരേഷ് ഗോപി എന്ന് പറഞ്ഞാൽ നന്മയുടെ ഒരു പ്രതീകമാണ്, സേവനത്തിന്റെ ഒരു പ്രതീകമാണ്. ഒരു സ്ഥാനാർത്ഥി എന്നതിനേക്കാൾ കൂടുതൽ ജനഹൃദയങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങിയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. അപ്പൊ അങ്ങനെ ഒരാളല്ലേ ജയിക്കേണ്ടത് എന്ന ഒരു ചർച്ച സ്വാഭാവികമായിട്ടും തൃശ്ശൂരിൽ ഉണ്ടായിട്ടുണ്ട്. അതിന് അദ്ദേഹത്തിന്റെ വളരെ മുമ്പ് തന്നെയുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനം അത് സാധൂകരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സംഘടനാപരമായിട്ടും ഞങ്ങൾ നേരത്തെ തയ്യാറെടുത്തിട്ടുണ്ട്. അപ്പൊ ഒരു ഭാഗത്ത് സംഘടനാപരമായിട്ടുള്ള തയ്യാറെടുപ്പ്, മറുഭാഗത്ത് സ്ഥാനാർത്ഥി എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു യൂഫോറിക് അന്തരീക്ഷം ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്, യൂഫോറിയ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മൂന്നാമത്, സ്വാഭാവികമായിട്ടും നരേന്ദ്രമോദി മാത്രമേ ഇനിയും അധികാരത്തിൽ 3ാം തവണയും വരികയുള്ളൂ എന്ന ഒരു തോന്നൽ ഇപ്പൊ തന്നെ ആളുകളുടെ ഇടയിലുണ്ട്.
അത് കോൺഗ്രസ് നേതാക്കന്മാരുടേത്. ആരാണ് അടുത്ത പ്രധാനമന്ത്രി വെച്ചാൽ ശശി തരൂർ പറഞ്ഞില്ലേ, നരേന്ദ്രമോദിയാണ്. അപ്പൊ നരേന്ദ്രമോദിക്ക് ബദൽ നരേന്ദ്രമോദി മാത്രമാണ്. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ ആയിരുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം രാഹുൽ ഗാന്ധി വരുമോ എന്ന് തെറ്റിദ്ധരിച്ചിരുന്നു ആളുകൾ. അപ്പൊ ഈ 3 ഘടകങ്ങൾ ഏറെ സ്വാധീനം ഉണ്ടാക്കുന്നുണ്ട്. ശ്രീ ഗോപാലകൃഷ്ണൻ, ഒരു സംശയം അതിലുള്ള, അതായത് ബി ജെ പിക്ക് ഏതാണ്ട് 1,91,000 വോട്ടുകളുടെ വർധനമുണ്ടായി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി മത്സരിച്ചപ്പോൾ തൃശൂർ മണ്ഡലത്തിൽ, അല്ലെ? എന്റെ ഏതാണ്ട് അനുമാനം ശരിയാണെങ്കിൽ. പക്ഷേ അതേ സമയത്ത് തന്നെ UDF സ്ഥാനാർത്ഥിയായ TN പ്രതാപനേക്കാൾ 1,21,000 വോട്ടിന് പിന്നിലായിരുന്നു സുരേഷ് ഗോപി. അപ്പോൾ ഇത്രമാത്രം വോട്ടുകളുടെ വ്യത്യാസം നിലനിൽക്കെ, അത്രയും വോട്ട് വർധന ലഭിച്ചിട്ടും അത്രയും വലിയ ഭൂരിപക്ഷം UDF സ്ഥാനാർത്ഥിക്ക് നിലനിൽക്കെ, ഏതാണ്ട് 1,00,000-ലേറെ വോട്ടുകൾ ഇനിയും ലഭിച്ചാൽ മാത്രമല്ലേ BJPക്ക് അത്തരം ഒരു സാധ്യത നിലനിൽക്കുകയുള്ളൂ തൃശ്ശൂരിൽ? ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് കാലത്തിന്റെ വർത്തമാനമാണ്, കാലത്തിന്റെ സ്വാധീനമാണ്. രാഷ്ട്രീയം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയമാണ് ഈ പ്രാവശ്യത്തെ രാഷ്ട്രീയം എന്ന് പറയാൻ സാധിക്കില്ല. രാഷ്ട്രീയം കാലത്തിൻ്റെതാണ്, കാലഘട്ടത്തിൻ്റെതാണ്. കഴിഞ്ഞ പ്രാവശ്യം സംഭവിച്ച അതേ വോട്ടിംഗ് പാറ്റേൺ ഇപ്രാവശ്യം സംഭവിക്കണമെന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം 11 ലക്ഷമായിരുന്നു വോട്ട്, ഇപ്രാവശ്യം അത് 13-14 ലക്ഷം വോട്ടായി മാറാനുള്ള സാഹചര്യമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഏതാണ്ട് 78% വോട്ട് ചെയ്തത്, ഇപ്രാവശ്യം 85% വോട്ട് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാവും. അപ്പോ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ വോട്ടിംഗ് പെർസെന്റേജ് അങ്ങനെ തന്നെ വെച്ചിട്ട് നമുക്ക് നോക്കാൻ സാധിക്കില്ല. അതിലൊക്കെ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാവും. ഞാൻ 3 ഘടകങ്ങൾ പറഞ്ഞല്ലോ, ഈ 3 ഘടകങ്ങൾ അതിനകത്ത് വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ മറ്റൊരു കാര്യം, കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് ന്യൂനപക്ഷ മേഖലയിൽ നിന്നുള്ള വോട്ട് ഞങ്ങളിൽ വളരെ കുറവേ ലഭിച്ചിട്ടുള്ളൂ. ന്യൂനപക്ഷ മേഖലയിൽ ഇപ്രാവശ്യം BJPക്ക് വളരെ കൂടുതൽ വോട്ട് കിട്ടാനുള്ള സ്വാധീനമുണ്ട്, സാഹചര്യമുണ്ട്. ഒന്ന്, ഈ ട്രിപ്പിൾ തലാഖുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മുസ്ലിം സ്ത്രീകളുടെ ഇടയിൽ വലിയ മാറ്റമുണ്ട്. അത് പ്രകടമാക്കാൻ മുസ്ലിം സ്ത്രീകൾക്ക് കഴിയില്ല. അത് വളരെ വളരെ പ്രകടമായി അത് രംഗത്ത് വന്നാൽ അവരുടെ വീടുകളിലൊക്കെ വലിയ പ്രശ്നമുണ്ടാവും. അവരുടെ ഒരു സംഘടിതമായിട്ടുള്ള ഒരു മതമായതുകൊണ്ട് അവരുടെ പുരോഹിത വർഗം അതിനെ എതിർക്കും. അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അത്തരം സ്ത്രീകൾ പ്രകടമാക്കാറില്ല. പക്ഷെ അത് വോട്ടിൽ പ്രകടമാകും, കാരണം അത് ആരും അറിയാതെ ചെയ്യുന്നതാണ്. രണ്ടാമത്തത് ഞാൻ പറയേണ്ട ആവശ്യമില്ല, ക്രൈസ്തവ മേഖലയിൽ വളരെയേറെ സ്വാധീനം ഉണ്ടാക്കാൻ BJPക്ക് കഴിഞ്ഞിട്ടുണ്ട്. ക്രൈസ്തവ മത മേലധ്യക്ഷന്മാരുമായിട്ടുള്ള സഹകരണം ക്രൈസ്തവ സമൂഹത്തിൽ BJP ആണ് ഒരു ഓൾട്ടർനേറ്റീവ്. പ്രത്യേകിച്ച് മുസ്ലിം ഫണ്ടമെന്റലിസം, മുസ്ലിം വർഗീയത എന്ന് പറയുന്ന അർത്ഥമില്ല, മുസ്ലിം ഭീകരത വളരെ ശക്തമായി നിലനിൽക്കുന്ന സമയത്ത് അതിനെ ഇല്ലാതാക്കാൻ, അതിനെ തടയാൻ BJPക്ക് കഴിയും. ലോകം മുഴുവനും മുസ്ലിം ഭീകരത വർദ്ധിച്ചുകൊണ്ടിരിക്കുക. ലോകത്ത് മുസ്ലിം ഭീകരത ഏറ്റവും കൂടുതൽ ആഞ്ഞടിക്കുന്നത് ക്രൈസ്തവർക്കെതിരെയാണ്. ക്രൈസ്തവ രാജ്യങ്ങൾ, ക്രൈസ്തവ രാഷ്ട്രങ്ങൾ മുസ്ലിം രാജ്യങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ മുസ്ലിം ഭീകരത ലോകത്ത് ക്രൈസ്തവർക്കെതിരെ ആഞ്ഞടിക്കുമ്പോൾ അതിനെ ശക്തമായി ചെറുക്കുന്ന ഒരേ ഒരു ലീഡർഷിപ്പ്, ഒരേ ഒരു രാഷ്ട്രീയം, ഒരേ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം BJP ആണ്. അപ്പൊ അതുകൊണ്ട് ഓർഗാനിക്കായിട്ട് വാസ്തവത്തിൽ സർഗാത്മകമായിട്ടുള്ള ഒരു ചിന്ത ക്രൈസ്തവ സമൂഹത്തിലുണ്ടെങ്കിൽ അത് BJPക്ക് അനുകൂലമാവും. ശരി.